നമസ്കാരം. AE മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു യാത്രയുടെ ഭാഗമായാണ് മൈസൂറിലെത്തിയത്. മൈസൂറിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് ചാമുണ്ഡി ഹില്ലിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. നിരവധി വളവുകളും തിരിവുകളുമുള്ള കയറ്റം കയറി വേണം ചാമുണ്ഡി ഹില്ലിലെത്താൻ. റോഡിനിരുവശവും മനോഹരമായ കാഴ്ചകളാണുള്ളത്. രണ്ടു വശങ്ങളിലും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന അധികം വലിപ്പമില്ലാത്ത ചെടികളും മരങ്ങളും ധാരാളമായി കാണാം. അല്പം കൂടി മുകളിലേക്ക് പോകുന്തോറും താഴ്വര വളരെ വ്യക്തമായി കണ്ടു തുടങ്ങും. ഇത് യാത്രയുടെ മനോഹാരിത ഒന്നുകൂടി കൂട്ടും. കർണാടക സംസ്ഥാനത്തെ മൈസൂറിൽ നിന്ന് 13 കിലോമീറ്റർ കിഴക്കായാണ് ചാമുണ്ഡി മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. കൊടുമുടിയിലുള്ള ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. ചാമുണ്ഡേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചാമുണ്ഡി കുന്നുകൾക്ക് മുകളിലാണ്. മൈസൂർ ഭരണാധികാരികളാൽ നൂറ്റാണ്ടുകളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം കൃഷ്ണരാജ വോഡയാർ മൂന്നാമൻ്റെ കാലത്താണ് നവീകരിച്ചത്. ചാമുണ്ഡി ദേവിയുടെ പേരിലുള്ള ചാമുണ്ഡേശ്വരി ക്ഷേത്രം പ്രധാന കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂറിലെ വോഡയാറുടെ ഭരണകാലത്ത് വിജയദശമി അഥവാ ദസറയുടെ 10ാം ദിവസം ആനയുടെ മുകളിൽ സ്വർണ്ണ ഹൗഡയിൽ മഹാരാജാവിനെ ഇരുത്തി ആയിരുന്നു ഘോഷയാത്ര. സ്വാതന്ത്ര്യാനന്തരം മഹാരാജാവ് ചാമുണ്ഡേശ്വരിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ദസറ സംസ്ഥാന ഉത്സവമാക്കി. ചാമുണ്ഡി കുന്നുകളുടെ കൊടുമുടിയിൽ നിന്ന് മൈസൂർ കൊട്ടാരവും കരഞ്ചി തടാകവും നിരവധി ചെറിയ ക്ഷേത്രങ്ങളും കാണാം. ഞങ്ങൾ സഞ്ചരിച്ച വാഹനം ചാമുണ്ഡി ഹില്ലിൻ്റെ മുകളിലെത്തി. ചാമുണ്ഡി ഹില്ലിൻ്റെ ടോപ്പിലെത്തിയതോടുകൂടി സംഘത്തിലുണ്ടായിരുന്നവരെല്ലാം ഒന്നുകൂടി ഉഷാറായി. ഞങ്ങൾ 50 പേർ അടങ്ങുന്ന ഒരു സംഘമായാണ് യാത്ര ആരംഭിച്ചത്. സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവരുണ്ട്. ഞങ്ങൾ സഞ്ചരിച്ച വാഹനം പാർക്കിംഗ് ഏരിയയിൽ എത്തി. ഓരോ തരം വാഹനങ്ങൾക്കും പ്രത്യേക വാഹന പാർക്കിംഗ് ഏരിയ ഇവിടെ ഉണ്ട്. വലിയ വാഹനങ്ങളും ടൂറിസ്റ്റ് ബസ്സുകളും പാർക്ക് ചെയ്യാനായി പ്രത്യേക ഏരിയ തന്നെയുണ്ട്. കൂടാതെ ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി പ്രത്യേകം നിർമ്മിച്ച പാർക്കിംഗ് ഹബ്ബുകളും ഇവിടെയുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ നിർത്തി സന്ദർശകർ ഓരോരുത്തരായി വാഹനത്തിൽ നിന്നും ഇറങ്ങിത്തുടങ്ങി. ചാമുണ്ഡി ഹിൽ സന്ദർശനത്തിന് എത്തിയ സമയം രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ എങ്കിലും ഒരു തീർത്ഥാടന യാത്രയോ വിനോദയാത്രയോ ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല നമ്മുടെ നാട്ടിൽ. ചെറിയ ചെറിയ തുകകൾ കൂട്ടിവെച്ചാവും പലരും യാത്രയ്ക്ക് വേണ്ട പണം സ്വരൂപിക്കാറ്. വിനോദത്തിനും വിജ്ഞാനത്തിനും മനസുഖത്തിനുമെല്ലാം യാത്രകൾ അനിവാര്യ ഘടകമാണ്. ഇതുപോലെയുള്ള യാത്രകൾ സംഘടിപ്പിക്കുന്ന സംഘാടകർക്കാണ് ഏറ്റവും വലിയ കഷ്ടപ്പാടുകളും. സ്വന്തമായി വാഹനങ്ങൾ ഉള്ളവർ യാത്രയ്ക്കായി അത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വിവിധ തരക്കാരായ ആളുകൾ ഒത്തൊരുമിച്ച് യാത്ര ചെയ്യുന്നതും ഒരു പ്രത്യേകതയാണ്. വർഷങ്ങളായി തീർത്ഥാടന വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്ന 2 പേരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതിൽ ഒരാൾ ഉണ്ണിച്ചേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന PR ഉണ്ണികൃഷ്ണൻ പാലാത്തും പിന്നെ പ്രിയങ്കരനായ പ്രസന്നൻ വെള്ളാപ്പള്ളിയുമാണ്. ഇവർ 2 പേരുമാണ് ഇന്ന് ഈ തീർത്ഥാടന യാത്ര നയിക്കുന്നതും സംഘാംഗങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കൂടെ നിൽക്കുന്നതും.
വാഹനത്തിൽ നിന്നും ഇറങ്ങിയാൽ ആദ്യം എത്തിച്ചേരുന്നത് മഹിഷാസുര പ്രതിമയ്ക്ക് സമീപത്താണ്. ഇപ്പോൾ മൈസൂർ എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ രാജാവായിരുന്നു മഹിഷാസുരൻ. ഒരു കൈയിൽ വാളും ഒരു കൈയിൽ പാമ്പുമായി നിൽക്കുന്ന രൂപം ചാമുണ്ഡി ഹിൽ സന്ദർശിക്കുന്ന ഏതൊരു സന്ദർശകൻ്റെയും മനസ്സിൽ മായാതെ കിടക്കും. മഹിഷാസുരനെ വധിച്ചതിലൂടെയാണ് ദുർഗാദേവിക്ക് മഹിഷാസുരമർദിനി എന്ന പേര് ലഭിച്ചത്. മഹിഷിയുടെ മകനും ബ്രഹ്മർഷി കശ്യപൻ്റെ ചെറുമകനുമായിരുന്നു മഹിഷാസുരൻ. ദുർഗാദേവി ത്രിശൂലത്താൽ മഹിഷാസുരനെ വധിച്ചു. അതിനുശേഷം ദേവിക്ക് മഹിഷാസുരമർദിനി എന്ന വിശേഷണം കൂടി ലഭിച്ചു. ഇവിടെ നിന്നും ആദ്യമെത്തുക ചാമുണ്ഡേശ്വരി ദേവി ക്ഷേത്രത്തിലേക്കാണ്. ഐതിഹ്യമനുസരിച്ച് ഈ പാറക്കെട്ട് മഹാചലബല എന്നാണ് അറിയപ്പെടുന്നത്. മഹാബലേശ്വര, ചാമുണ്ഡേശ്വരി എന്നീ 2 പുരാതന ക്ഷേത്രങ്ങളും ഈ കുന്നിൻ മുകളിലുണ്ട്. മലമുകളിലെ മഹാബലേശ്വര ക്ഷേത്രം 2ലും പഴക്കമുള്ളതും തീർത്ഥാടന കേന്ദ്രവുമാണ്. വഴിയുടെ വശങ്ങളിൽ ക്ഷേത്രത്തിലേക്കുള്ള വഴിപാട് സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായി കാണാം. മൈസൂർ രാജാക്കന്മാർ നൂറ്റാണ്ടുകളായി ആരാധിച്ചു പോരുന്ന ഉഗ്രരൂപത്തിലുള്ള ദേവതയായ ചാമുണ്ഡേശ്വരി ദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കർണാടകയിലെ ജനങ്ങൾ ചാമുണ്ഡേശ്വരിയെ നാദാദേവി എന്നാണ് വിളിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 3400 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മഹിഷാസുരൻ ഭരിച്ചിരുന്ന ഈ കുന്നിൻ മുകളിൽ വെച്ചാണ് ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതെന്നാണ് വിശ്വാസം. ഈ സ്ഥലം പിന്നീട് മഹിഷിയൂർ എന്നറിയപ്പെട്ടു. ബ്രിട്ടീഷുകാർ അത് മൈസൂരിലേക്ക് മാറ്റി. പിന്നീട് കന്നഡയാക്കി മൈസൂരു ആക്കി. ക്ഷേത്രത്തിലേക്ക് ക്യൂ നിന്ന് വേണം പ്രവേശിക്കാൻ. ഞങ്ങളും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ക്യൂ നിൽക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ സ്ഥലം തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളെ ഉള്ളൂ എങ്കിൽ പോലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് ചതുരാകൃതിയിലുള്ള ഘടനയാണുള്ളത്. ശ്രീകോവിലിനുള്ളിൽ ചാമുണ്ഡേശ്വരി ദേവിയുടെ ശില്പമാണ് പ്രതിഷ്ഠയായുള്ളത്. ചാമുണ്ഡി ക്ഷേത്രം 18 ശക്തിപീഠങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പുരാണകാലത്ത് ക്രൗഞ്ചപുരി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നതിനാൽ ക്രൗഞ്ചപിത എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സതിയുടെ മുടി വീണത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. യഥാർത്ഥ ക്ഷേത്രം 12ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജവംശത്തിൻ്റെ ഭരണാധികാരികൾ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. അതേസമയം ഇതിൻ്റെ ഗോപുരം 17ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നിർമ്മിച്ചതാണ്.
ആഷാഢ, ശുക്രവാര, നവരാത്രി, അമ്മനവരാർദ്ധന്തി തുടങ്ങിയ ഉത്സവങ്ങളുടെ ആഘോഷങ്ങൾക്ക് ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. ആഷാഢമാസത്തിലെ വെള്ളിയാഴ്ചകൾ പ്രത്യേകിച്ച് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ അവസരത്തിൽ ക്ഷേത്രത്തിൽ എത്തുന്നത്. ഈ മാസത്തിൽ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമാണ് ചാമുണ്ഡി ജയന്തി. മൈസൂർ മഹാരാജാവ് ദേവിയുടെ ഉത്സവമൂർത്തി പ്രതിഷ്ഠിച്ചതിൻ്റെ വാർഷികമാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. ഈ അവസരത്തിൽ ദേവിയുടെ വിഗ്രഹം സ്വർണ്ണപ്പല്ലക്കിൽ ക്ഷേത്രത്തിനു ചുറ്റും കൊണ്ടുപോകുന്നു. ഇവിടെ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നവരാത്രിയാണ്, അഥവാ ദസറ. കർണാടക സംസ്ഥാന ഉത്സവമായാണ് മൈസൂരു ദസറ ആഘോഷിക്കുന്നത്. കന്നഡ നാഡഹബ എന്ന് വിളിക്കുന്നു. നവരാത്രി സമയത്ത് നവദുർഗകൾ എന്നറിയപ്പെടുന്ന ദേവിയുടെ 9 വ്യത്യസ്ത ഭാഗങ്ങളെ ചിത്രീകരിക്കുന്നതിനായി വിഗ്രഹം 9 വ്യത്യസ്ത രീതികളിൽ അലങ്കരിക്കുന്നു. നവരാത്രി ഉത്സവം മഹിഷാസുരനും ദുർഗയും തമ്മിലുള്ള യുദ്ധത്തെ സ്തുതിക്കുന്നു. വിജയദശമിയിൽ അവസാനിക്കുന്നു മഹിഷാസുരൻ്റെ ആത്യന്തിക പരാജയത്തിൻ്റെ ആഘോഷം. തിന്മയുടെ മേൽ നന്മയുടെ വിജയം. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഇവിടെ നിരവധി സാധനങ്ങൾ വാങ്ങിക്കാൻ തരത്തിൽ ചെറിയ ചെറിയ കടകളുണ്ട്. ഇവിടെ എത്തുന്നവരിൽ നല്ലൊരു പങ്കും ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിയേ മടങ്ങാറുള്ളൂ. ആ കൂട്ടത്തിൽ വളകളും മാലകളും ബാഗുകളും ചെരുപ്പുകളുമെല്ലാം അടങ്ങും. അത്യാവശ്യം വിലക്കുറവും ഉണ്ട്. വിലപേശി സാധനങ്ങൾ യഥേഷ്ടം വാങ്ങിക്കാം എന്നതും പ്രത്യേകതയാണ്. ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് ബിൽഡിംഗാണ് ഈ കാണുന്നത്. ചാമുണ്ഡി ഹില്ലും ചാമുണ്ഡി ക്ഷേത്ര ദർശനവും ഷോപ്പിങ്ങും കഴിഞ്ഞ് മടക്ക യാത്രയ്ക്ക് തയ്യാറായി സന്ദർശകരെല്ലാം വാഹനത്തിന് സമീപത്തേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. സന്ദർശകരുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരോർമ്മയായി ചാമുണ്ഡി ഹില്ലും ചാമുണ്ഡി ദേവി ക്ഷേത്രവും എന്നും നിലനിൽക്കും.